ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല കിടിലൻ 2 ടിപ്സുകളുമായിട്ടാണ്. ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ എലിയെയും പല്ലിയെയും പാറ്റയൊക്കെ ഒന്നിച്ച് തുരത്താൻ പറ്റിയ 2 കിടിലൻ ടിപ്സുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് വേണ്ടത് 1 സ്പൂൺ തേങ്ങ മാത്രം മതി കേട്ടോ. അപ്പോൾ ആദ്യം വേണ്ടത് 1 സ്പൂൺ തേങ്ങയാണ്. പിന്നെ നമുക്ക് പാറ്റ ഗുളിക, അതേപോലെ ഹാർപ്പിക്ക്, ഇത് മാത്രം മതി. വളരെ നിസ്സാരമായ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ടിപ്പുകളാണ്. അപ്പോൾ എനിക്ക് 2 ചെറിയ ചിരട്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങ ചിരവിയ ചിരട്ടയിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ആ ഒരു മണം എലിയെ ആകർഷിച്ച് തന്നെ അത് എലി എത്തുകയും ചെയ്യും, അത് ഫുള്ളായിട്ട് കഴിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കിതിൽ നിന്നൊരു ഗുളിക പൊടിച്ചെടുത്തിട്ട് വരാവേ. അപ്പോൾ അതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചേ മതി. ഇപ്പോൾ 2 ചിരട്ട ഉള്ളതുകൊണ്ട് 2 ഭാഗത്തായിട്ട് നമുക്ക് വെക്കാം. അപ്പോൾ അതിനായിട്ടാണ് ഞാൻ 2 ചിരട്ട എടുത്തത്. അപ്പോൾ അതിൽ 2ലായിട്ട് നമുക്ക് കുറേശ്ശെ തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു സ്വല്പം മാത്രം മതി കേട്ടോ. തേങ്ങയുടെ മണമെന്ന് പറയുമ്പോഴത്തേനും അതിനൊരു സ്വല്പം തേങ്ങയുടെ മണം അടിച്ചാൽ മതി. എന്താണേലും അത് എത്ര വിഷം ഇതിനകത്ത് കലക്കിയാൽ പോലും അതെടുത്ത് കഴിച്ചോളും. അപ്പം ഏതാണ്ട് ഓരോ സ്പൂൺ അളവിൽ തേങ്ങ നമുക്ക് 2 ചിരട്ടയിലായിട്ട് വെച്ച് കൊടുക്കാവേ. അപ്പോൾ തേങ്ങ ചിരവിയ ആ ചിരട്ടയാണ്, നല്ലൊരു മണമായിരിക്കും. അപ്പോൾ അത് കഴിച്ചിരിക്കുമ്പോൾ നമുക്ക് വെച്ച് കൊടുക്കുന്നത് വെറുതെ വേസ്റ്റായി പോവില്ല. അപ്പം എലിപ്പൊത്തുള്ള സ്ഥലത്തും അതേപോലെ അകത്ത് എലി കയറുന്നെങ്കിൽ ഗ്യാസ് അടുപ്പിൻ്റെ അടിഭാഗത്തായിട്ട്, അതല്ലെങ്കിൽ പല്ലി പാറ്റ ശല്യം ഉണ്ടെങ്കിൽ അത് വന്ന് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു പീസ് പല്ലിയുടെ വയറ്റിൽ പോയാൽ മതി. ഇപ്പോൾ ദാണ്ട ഞാൻ പാറ്റ ഗുളിക പൊടിച്ചത് 2 ചിരട്ടയിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എലിയെ ശല്യമൊക്കെ എത്ര കൂടുതലുണ്ടോ അതിനനുസരിച്ച് ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടാം. കുറഞ്ഞു പോകരുത്, കൂടിയാലും കുറഞ്ഞു പോകരുത്. കാരണം അത്ര നല്ലൊരു എഫക്റ്റ് ആയിരിക്കണം നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ ഹാർപ്പിക്ക് ഇതാണ്ട് 1 സ്പൂൺ അളവിൽ 2ലും കൂടെയാണ് ഞാൻ ഒഴിക്കുന്നത്. കുറച്ച് മാത്രം മതി കേട്ടോ. 1 സ്പൂൺ വേണ്ട, ഒരു സ്വല്പം മാത്രം മതി. അപ്പോൾ അത് ഞാൻ കുറച്ച് അളവിലെടുത്തത് കൊണ്ടാണ് അത്രയും മാത്രം ഒഴിച്ചത്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പ്രത്യേകിച്ച് നമ്മൾ കിച്ചണിലൊന്നും ഉപയോഗിക്കാത്ത ഇതേപോലെ ചിരട്ടയോ അതൊക്കെ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം പാറ്റ ഗുളിക ഹാർപ്പിക്കൊക്കെ ഒഴിക്കുന്നത് കൊണ്ട് തന്നെയും. അതുപോലെ തന്നെ നമ്മളിത് വെച്ച് കൊടുക്കുമ്പോഴത്തേനും വീട്ടിൽ വളർത്തുമൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം കേട്ടോ. ഇപ്പോൾ കോഴി, അതേപോലെ തന്നെ താറാവ്, അതേപോലെ ഒന്നും അത് അതിൻ്റെ അടുത്തോട്ട് വരാതെ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് രാത്രി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം രാത്രി ഇത് കഴിച്ചിട്ട് പോകുമ്പോൾ തന്നെ രാവിലെ അതിൻ്റെ വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കെടുത്ത് മാറ്റുകയും ചെയ്യാമല്ലോ. കൂടുതലും രാത്രി സമയത്താണ് ഈ എലി ശല്യം, പ്രത്യേകിച്ച് ഈ മഴ സമയത്താണല്ലോ ഇതെല്ലാം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ കുറച്ച് വെച്ച് കൊടുക്കാം. നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ ഭാഗത്തായിട്ടാണ് കൂടുതൽ എലിയും പല്ലിയും പാറ്റ എല്ലാം ശല്യം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതേപോലെ അവിടെ വെച്ച് കൊടുക്കുന്നതായിരിക്കും നല്ല. കാരണം ഫുഡിൻ്റെ വേസ്റ്റ് കാണുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്നും അത് തിരക്കി വരുന്ന സ്ഥലമാണ് ഗ്യാസ് അടുപ്പിൻ്റെ ഭാഗത്ത്. അപ്പോൾ അതേപോലെ വെച്ച് കൊടുക്കുക. പിന്നെ പുറത്ത് പൊത്തൊക്കെ ഉണ്ടെങ്കിൽ, എലിപ്പൊത്തൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് കൊടുക്കുക കേട്ടോ. വലിയ പെരിച്ചാഴി എലിയൊക്കെ വന്ന് കഴിച്ചിട്ട് പോകും. ഇതിപ്പം നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ അതൊരു സൊല്യൂഷൻ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് നമുക്ക് പല്ലി, ഉറുമ്പ്, എട്ടുകാലി ഇതിനൊക്കെ ഉള്ളൊരു സൊല്യൂഷനാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് വേണ്ടത് നവരയിലയാണ്. നമ്മുടെ വീട്ടിലുള്ള നവരയില തന്നെ ഞാൻ ഇതേപോലെ നമുക്ക് കീറിയിട്ട് കൊടുക്കാം കേട്ടോ. കീറിയിട്ട് കൊടുക്കുമ്പോഴത്തേനും അതിൻ്റെ അകത്തുള്ള ആ ഒരു എസൻസ് അതിനകത്ത് ഇറങ്ങിക്കിട്ടും. അതേപോലെ തന്നെ നമ്മളെ തുളസിയില, നല്ല തുളസിയിലയാണ്. തുളസിയില പിച്ചുമ്പം തന്നെ നല്ലൊരു മണമാണ് കേട്ടോ. അപ്പോൾ അതും ഇതേപോലെ ഒന്ന് നുള്ളി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴത്തേനും തന്നെ തിളയ്ക്കുമ്പോൾ നല്ല ആ ഒരു എസൻസ് അതിനകത്ത് ഇറങ്ങിക്കിട്ടും. നല്ലൊരു മണമാണ്. അപ്പം ഈ ഒരു മണം അടിച്ചിട്ട്, കാരണം തുളസി അറിയാമല്ലോ, തുളസി അതേപോലെ തന്നെ നമ്മുടെ നവരയില, അപ്പോൾ അത് രണ്ടും ചേരുമ്പം തന്നെ നല്ലൊരു മണമാണ്. നമുക്കൊന്ന് ഇതേപോലെ ഒന്ന് കീറിയിട്ട് കൊടുക്കാം. ഇനി ഇതിനകത്ത് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അത് നമ്മൾ ഇതേപോലെ ഫ്രഷായിട്ട് പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതും കൂടെ ചേരുന്ന ഈ ഒരു വെള്ളം എവിടെയൊക്കെയാണോ നമ്മൾ തളിക്കുന്ന ആ ഭാഗത്തെല്ലാം നമുക്ക് ഉറുമ്പിൻ്റെയും പല്ലിയുടെയും പാറ്റയുടെയും എട്ടുകാലിയുടെയും ഒക്കെ ശല്യം ഒഴിവാക്കി കിട്ടും. ഈ ഒരു വെള്ളം നമുക്ക് തുണി മുക്കിയിട്ട്, ഈ വെള്ളത്തിനകത്ത് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് തുണി മുക്കി നമ്മൾ ചിലന്തിയൊക്കെ അടിക്കുകയാണെങ്കിൽ ആ ഭാഗത്ത് പിന്നെ ചിലന്തി ശല്യമൊന്നും കാണില്ല.
കാണാൻ നല്ലൊരു എഫക്റ്റാണ് ഇതിന്. അപ്പോൾ ഈ ഒരു വെള്ളമാണ് നമുക്കൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ കുറേ തിളച്ച് കേട്ടോ, തിളച്ച് തന്നെ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അരിച്ചെടുത്തതിന് ശേഷം നമ്മുടെ കുപ്പിയിൽ, ഏതെങ്കിലും കുപ്പി, സ്പ്രേ ബോട്ടിലോ അതല്ലെങ്കിൽ സാധാ കുപ്പിയിൽ മുടിയിൽ ഹോളിട്ടിട്ട് നമുക്ക് കുപ്പിയിൽ അരിച്ചൊഴിച്ചതിന് ശേഷം നമുക്ക് നമ്മളെ ഫ്രണ്ടിൽ പിന്നെ ചെരുപ്പിടുന്ന ഭാഗത്തൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതേപോലെ കൊതുക് വരുന്ന ജനലിൻ്റെ ഭാഗത്തൊക്കെ ഒഴിച്ചു കൊടുക്കുക. അതേപോലെ കിച്ചൺ സിങ്കിൽ ഒഴിച്ചു കൊടുക്കുക, വാഷ് ബേസിനിൽ ഒഴിച്ചു കൊടുക്കുക. കാരണം അതിനകത്തുനിന്ന് വരുന്ന ചെറിയ പാറ്റ, ഉറുമ്പുകൾ, അതേപോലെ ചെറിയ പ്രാണികൾ ഇതെല്ലാം ചത്തുപോകും കേട്ടോ. അപ്പം ഈ ഒരു ഇല ഫുള്ളിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇത് 2-3 ദിവസം നമുക്കിതുപോലെ വീട്ടിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ, കൂടുതൽ ദിവസം ഇരിക്കില്ല. അപ്പോൾ ഇതേപോലെ ഒഴിച്ചിട്ട് നമുക്ക് എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ അവിടെയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. നല്ലൊരു സൊല്യൂഷനാണ്. അപ്പോൾ വീട്ടിലുള്ള നിസ്സാര സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ 2 കിടിലൻ ടിപ്പുകളാണ് ഞാൻ കാണിച്ചത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വെറുതെ പുറത്ത് നിന്ന് പൈസ കൊടുത്ത് കെമിക്കലും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് അലർജി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് നമ്മളെ വീട്ടിലുള്ള നിസ്സാര സാധനങ്ങൾ വെച്ചിട്ട് ചെയ്തെടുത്ത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഇതൊക്കെ. അപ്പോൾ നമുക്ക് ഉറുമ്പ് വരുന്ന പൊത്തിനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊന്നും ഉറുമ്പ് ശല്യമൊന്നും ഇല്ല. അവിടെയൊക്കെ ഞാൻ ഇതേപോലെയൊക്കെയുള്ള ഓരോ ടിപ്പുകൾ ചെയ്ത് ഉറുമ്പിനെയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാലും ഞാൻ കാണിക്കുകയാണ്. ഭാഗത്തൊക്കെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണ്ടോ, കട്ടയുടെ ഭാഗത്തൊക്കെ ഉറുമ്പ് എടുത്ത് കണ്ടോ, മണ്ണെടുത്തിട്ട് കട്ടളയെല്ലാം പൊട്ടിയിരിക്കുകയാണ്. അതേപോലെ നമ്മുടെ സിങ്കിനകത്ത് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനകത്ത് വരുന്ന ചെറിയ പാറ്റാക്കുഞ്ഞുങ്ങളും പ്രാണികളും എല്ലാം ഒഴിവാക്കി കിട്ടും. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ചെരുപ്പിടുന്ന ഭാഗത്ത് ഫ്രണ്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇഴജന്തുക്കളൊക്കെ ഈ ശല്യം ഒഴിവാക്കി കിട്ടും. കാരണം ഈ ഒരു സ്മെല്ലടിച്ചിട്ട് ആ ഭാഗത്തൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്സ്. നിങ്ങൾക്ക് ഇഷ്ടമാനിയായിരിക്കുന്നു. ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾ തമ്മിൽ നോട്ടിഫിക്കേഷനെ എത്തുകയുള്ളൂ. അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.